പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ ബയോളജിയുടെ 5th ചാപ്റ്ററാണ്, പിന്നെ യൂണിറ്റ് 2ലെ 1st ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ചാപ്റ്ററിനകത്ത് ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വാട്ട് ഈസ് ഇൻ ദ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാനൊരു കാര്യം പറയാണ്. 50% 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച ചാപ്റ്റർ ഉള്ളതാണ്. അതായത് മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്, മോണോഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, പിന്നെ F1 ജനറേഷൻ, F2 ജനറേഷൻ, അതൊക്കെയാണ് 50%. ബാക്കി 50% ആണ് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് പറയാം. ടെക്സ്റ്റ് ബുക്കിലെ ഓർഡർ അനുസരിച്ച് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ബേസിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജ് തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻസ്, ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്, സെക്സ് ഡിറ്റർമിനേഷൻ, മ്യൂട്ടേഷൻ, പിന്നെ ലാസ്റ്റ് ടോപ്പിക് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇതൊക്കെ നമ്മൾ കുറേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% 10th സ്റ്റാൻഡേർഡ് പഠിച്ച പോർഷൻ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള 50% പുതിയതായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്. അത് നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ, എൻ്റെ ഡെഫിനേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി ഉള്ള 50% ഈസി ആയിരിക്കും. ഇനി ഓരോ സെക്ഷൻ വെച്ച് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ രീതിയിൽ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ആദ്യം തുടക്കത്തിലുള്ള ഒരു 5 കാര്യങ്ങളാണ് ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കുറേ ടേംസ് പഠിക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ചാപ്റ്ററിൽ വരുന്ന ടേംസിന് ഒരുമിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെൻഡൽ പീ പ്ലാന്റിൽ നിന്നാണല്ലോ ഈ ലോസ് ഒക്കെ ഉണ്ടാക്കി സ്റ്റഡി ചെയ്തത്. അതിലൊരു 7 ട്രേറ്റ്സ് എഴുതും. 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് എടുത്തു. അതാണിത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതല്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തതെന്നൊക്കെ ഉണ്ട്. പിന്നെ മെൻഡലിൻ്റെ ലോസ് ആണ്. 3 ലോസാണുള്ളത്. 2 മോണോഹൈബ്രിഡ്, 1 ഡൈഹൈബ്രിഡ്. അതും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കണം. പിന്നെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, അത് DNA കേസ്, അങ്ങനെ ചേഞ്ച് ആയി വേരിയേഷൻ വരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. പിന്നെ ഇതിന് ഈ 5 തന്നെ വരികയാണ് പന്നറ്റ് സ്ക്വയർ വെച്ചിട്ട് കണ്ടുപിടിക്കുക നമ്മൾ എങ്ങനെ വരും അടുത്ത ജനറേഷൻ, F1 ജനറേഷൻ എങ്ങനെ വരും, F2 ജനറേഷൻ എങ്ങനെ വരും, അതൊക്കെയാണ് അത് വെച്ച് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരത്തെ നമ്മൾ 10th സ്റ്റാൻഡേർഡ് തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. മറ്റേ TT ഇതാകുമ്പോൾ ടോളായിരിക്കും. ഇങ്ങനെ വരുവാണെങ്കിൽ ഡ്രോഫ് ആയിരിക്കും. ഇത് ടോള് തന്നെ ആയിരിക്കും. ഇത് ഹോമോസൈഗസ് ആയിരിക്കും, കാരണം സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന 2 ഗാമറ്റ്സ്, 2 കോമ്പിനേഷൻ ഉണ്ട്. അത് ഹെട്രോസൈഗസ് ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളാണ് പറയുന്നുള്ളത് ഈ 5 കാര്യങ്ങളിൽ. പിന്നെ ഈ പന്നറ്റ് സ്ക്വയർ വരച്ച് കണ്ടുപിടിക്കാൻ, പിന്നെ റെസസീവ്, ഡോമിനൻ്റ് ട്രേഡ്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ടെസ്റ്റ് ക്രോസ്, അതൊക്കെ ടേംസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, പിന്നെ ജീൻസിൻ്റെ കാര്യം കുറച്ചും കൂടെ രീതിയിൽ വരികയാണെങ്കിൽ ഈ ടേം, ഇത് 2 ഗാമറ്റ്സ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊന്ന് റൗണ്ട് ആയിട്ടല്ലോ ആയിരിക്കും ഇത്. അതാണ് അടുത്ത കേസിൽ ലാസ്റ്റ് ലോ പറയുന്നത്. അപ്പം ഇതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ആനാഫേസ്, അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഇതിൽ. ചെറുതായിട്ടേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെ വരികയാണ്, ഈ മെൻ്റലിൻ്റെ കേസിൽ തന്നെ വരികയാണ് മറ്റേ ഫീനോടൈപ്പ് റേഷ്യോ, ജീനോടൈപ്പ് റേഷ്യോ. അതത്രയേ ഉള്ളൂ ഈ 5 കാര്യങ്ങൾ. ഇനി അടുത്ത 5 കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഇനി അടുത്ത 5 ടേംസ് ആണ്. പ്ലോജനിക് ഇൻഹെറിറ്റൻസ്, ഫീലോട്രോഫി, സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷനകത്ത് ഹ്യൂമൻസിന് മാത്രമേ നമ്മൾ കഴിഞ്ഞ 10th പഠിച്ചിട്ടുള്ളൂ. ഇവിടെ ഹണി ബീസിൻ്റെ കാര്യം കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ മ്യൂട്ടേഷൻ, അത് നമുക്കറിയാം.
അത് കഴിഞ്ഞ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ജനറ്റിക് ഡിസോർഡേഴ്സിൽ 3 മെയിൻ ടൈപ്സ് ആണുള്ളത്. പെഡിഗ്രി അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കുന്നത്, പിന്നെ മെന്റലിയൻ ഡിസോർഡേഴ്സ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ്. അങ്ങനെ ഈ 10 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരും. ഈ ചാപ്റ്ററിനകത്ത് ആകെ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. പിന്നെ ഈ ജനറ്റിക് ഡിസോർഡേഴ്സിനകത്ത് കുറച്ച് മെന്റലിയൻ ഡിസോർഡേഴ്സ് കുറച്ച് പഠിക്കാനുണ്ട്. ക്രോമസോമൽ ഡിസോർഡേഴ്സും കുറച്ച് ഡിസോർഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ മെന്റലിയൻ ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. സിക്കിൾ സെൽ അനീമിയ അങ്ങനെയൊക്കെയുള്ള ഇത് അതിൻ്റെ കാര്യങ്ങൾ. ഡിസോർഡേഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് ഡിസോർഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഡൈജസ്റ്റീവിൻ്റെ ബ്രീത്തിങ്ങിൻ്റെ ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ അത് കാരണമുള്ള ഡിസോർഡേഴ്സ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഡിസോർഡേഴ്സ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്ക്. ഇത്രയാണ് പഠിക്കാനുള്ളത്. 50% 10th സ്റ്റാൻഡേർഡ് ടോപ്പിക്കാണ്. ഇവിടെയും കാണാം, എഴുതി 5 കാണാം. പിന്നെ ബാക്കിയുള്ള 50 നമ്മൾ കുറച്ച് ടേംസ് ഏറ്റവും ആദ്യം എഴുതിയിരുന്നു. ആ ടേംസ് പഠിച്ചാൽ ബാക്കി ഈസിയാണ്. ബാക്കി ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ഈ ഡിസോർഡേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കണം കാര്യങ്ങൾ. മെന്റലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും ഇതിങ്ങനെ ഒരു ഗ്രാഫിക്കലായിട്ട് വരച്ച് കാണിക്കേണ്ടതാണ്. ഇങ്ങനെ സ്ക്വയർ ആണെങ്കിൽ അത് മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൽ വരുന്നത്. സർക്കിൾ ആണെങ്കിൽ ഫീമെയിൽ ആണ്. അങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെയാണ് കാണിക്കുന്നത്. പെഡിഗ്രി അനാലിസിസ്. പിന്നെ അഫക്റ്റഡ് ആണെങ്കിൽ അത് നമ്മൾ കളർ ചെയ്യും, അല്ലെങ്കിൽ കളർ ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ടിടും. അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അത് മുമ്പ് ജസ്റ്റ് ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ഒന്നും കൂടെ എഴുതി കാണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ആദ്യം ടേംസ് നല്ലപോലെ പഠിക്കുക. പിന്നെ മെൻഡൽസ് ലോ 3 ഉണ്ട്. പിന്നെ നടത്തിയ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് പീ പ്ലാന്റ്സിലുള്ള കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് പഠിക്കുക. പിന്നെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ ലിങ്കേജ്, റീകോമ്പിനേഷൻ, പിന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ്, ഫിലോട്രോപ്പി, പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ. അതിൽ 2 ഉണ്ട്. ഹ്യൂമൻ ബീൻസിൻ്റെ ഉണ്ട്, ഹണി ബീസിൻ്റെ ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് മ്യൂട്ടേഷൻ, അത് കഴിഞ്ഞ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ജനറ്റിക് ഡിസോർഡേഴ്സ് 3 ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പെഡിഗ്രി അനാലിസിസ്, ജനറ്റിക് ഡിസോർഡേഴ്സ് പെഡിഗ്രി അനാലിസിസ് വഴി കണ്ടുപിടിക്കുന്നത്. പിന്നെ ഡിസോർഡേഴ്സ് അതായത് മെന്റലിയൻ ഡിസോർഡേഴ്സും പിന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സും. അപ്പം ഇതാണ് ആ ചാപ്റ്റർ. പിന്നെ ടേംസിനെ കുറിച്ചും ഈ എല്ലാ ടേംസ് ഈ ചാപ്റ്ററുകൾ കംപ്ലീറ്റ് നന്നായി പഠിക്കേണ്ട ടേംസിനെ കുറിച്ച് അടുത്ത വീഡിയോ ഇടുകയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളതും ഇടും. അപ്പം ഈ ചാപ്റ്ററിൽ എന്താണ് ഈ ചാപ്റ്ററിനകത്ത് ഉള്ളതെന്ന് ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കാണേണ്ടതാണിത്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ്. മൊത്തം 10 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഡിവൈഡ് ചെയ്ത് കുറച്ചായിട്ട് പഠിക്കാം. സിമ്പിളാണ്. പിന്നെയും പറയുകയാണ് 50% 10th സ്റ്റാൻഡേർഡ് ടോപ്പിക്സ് തന്നെയാണ്. ബാക്കി 50 ടേംസ് നല്ലപോലെ പഠിച്ചാൽ ബാക്കി ഈസിയാണ്. പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് പുതിയതായിട്ട് തന്നെ കുറച്ച് കട്ടിയുള്ള ടേംസ് വരുന്നത്. ബാക്കിയൊന്നും അത്ര കുഴപ്പമില്ല, സിമ്പിളാണ് ചാപ്റ്റർ. അപ്പം ടേംസിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ഇടും. ടേംസിനെ കുറിച്ച് മാത്രമുള്ളത്, ടേംസും അതിൻ്റെ ഡെഫിനേഷനുമായിട്ട്. അപ്പോൾ താങ്ക് യു.